നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരാൾക്കൊപ്പം താൻ ജീവിക്കാൻ പോവുകയാണെന്ന് മെസ്സേജ്. ആ മെസ്സേജ് അയച്ച ശേഷം 30-കാരിയെ കാണാനില്ല. എല്ലാവരും കരുതി ആർക്കൊപ്പമോ ഒളിച്ചോടി കാണും, ആർക്കൊപ്പമോ ജീവിക്കുകയായിരിക്കും എന്ന നിഗമനത്തിലായിരുന്നു ബന്ധുക്കൾ. പക്ഷേ ഒടുവിൽ വളരെ വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ആ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു, അവർ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നമ്മൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് ചില കൊലപാതകങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒളിച്ചോടിയെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച ഇയാൾ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി ശ്മശാനത്തിൽ കുഴിച്ചിടുന്ന സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. കേസിൽ ഏറെ നിർണായകമായി മാറിയത് CCTV ദൃശ്യങ്ങളായിരുന്നു. UP സ്വദേശിയായ ഷബാത്ത് അലി എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരത ചെയ്തത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. 47 വയസ്സുകാരനാണ് അറസ്റ്റിലായത്. ഇയാളുടെ ഭാര്യ ഫാത്തിമയെയാണ് ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് മറ്റൊരാൾക്കൊപ്പം അവൾ ഒളിച്ചോടി പോയി എന്ന പ്രതീതി സൃഷ്ടിക്കാൻ പാകത്തിനുള്ള നാടകീയ നീക്കങ്ങൾ നടത്തിയത്. ഡൽഹിയിലെ മെഹ്റോളി മേഖലയിലായിരുന്നു ഇവരുടെ താമസം. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന സംശയം, അതാണ് ഈ വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യിപ്പിച്ചത്. പെയിന്റിംഗ് ജോലിക്കാരനാണ് ഷബാത്ത് അലി. ഇയാൾ ഭാര്യ സംശയമുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഫാത്തിമയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട ഷബാത്ത് അലി ഇവരെ കൊണ്ട് കളനാശിനി കുടിപ്പിച്ചു. മാത്രമല്ല തുടർച്ചയായി 5 ദിവസം ഉറക്ക ഗുളിക നൽകി. ഫാത്തിമ മരിച്ചെന്ന് ഉറപ്പാക്കി. അതിനുശേഷമായിരുന്നു ഇയാൾ മറ്റു നീക്കങ്ങൾ നടത്തിയത്. ഭാര്യ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം ഇയാൾ സുഹൃത്തുക്കളായ ഷാരൂഖ് ഖാൻ, തൻവീർ തുടങ്ങിയവരുടെ സഹായത്തോടെ മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. വസ്ത്രങ്ങൾ കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സ്വദേശമാണ് യുപിയിലെ അമ്രോഹയിലേക്ക് തിരികെ പോകും മുൻപ് ഇയാൾ ഫാത്തിമയുടെ ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുകയാണെന്ന പറഞ്ഞായിരുന്നു ആ സന്ദേശം, ആ മെസ്സേജ് മറ്റുള്ളവർക്ക് അയച്ചത്. ഫാത്തിമ ഒളിച്ചോടിയെന്ന് ഇയാൾ ബന്ധുക്കളോട് പറയുകയും അത്തരത്തിൽ ബന്ധുക്കളെ വിശ്വസിപ്പിക്കാൻ ഇയാൾ വിജയിക്കുകയും ചെയ്തു. ഫാത്തിമയെ കാണാതായതോടെ ഡൽഹിയിലെ ഇവരുടെ ഒരു സുഹൃത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന സംശയമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ നിർണായകമായി മാറി. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഫാത്തിമയെ ഭർത്താവ് ഷബാത്ത് അലിയും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് CCTVയിൽ കാണുവാൻ സാധിച്ചു. ആ സമയത്ത് ഫാത്തിമ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഷബാത്ത് അലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ ഷബാത്ത് അലി കുറ്റം നിഷേധിച്ചു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്, താൻ എന്ത് ക്രൂരതയാണ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഓഗസ്റ്റ് 1 ഫാത്തിമയെ ശ്മശാനത്തിൽ കുഴിച്ചു മൂടിയത്. ഓഗസ്റ്റ് 15 പോലീസ് ഇവിടം കുഴിച്ച് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഷബാത്ത് അലിയുടെ 2 സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഒളിവിലാണ്. അതിക്രൂരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഭാര്യയെ കൊലപ്പെടുത്തി, സംശയരോഗമുണ്ട്, അതിന്മേൽ വഴക്കുണ്ട്. അതിനുശേഷം ഭാര്യയെ കൊലപ്പെടുത്തുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം മറവ് ചെയ്യുന്നു. മാത്രമല്ല അവർ ഒളിച്ചോടി പോയതാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. അത്തരത്തിൽ ഒരു അതിക്രൂരമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഡൽഹിയിൽ നടന്ന മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഡൽഹിയിലെ മൈദൻഗരിയിൽ മധ്യവയസ്കരായ ദമ്പതികളെയും 24 വയസ്സുള്ള മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സംഭവം നടന്നു പിന്നാലെ ഈ ദമ്പതികളുടെ 2ാമത്തെ മകനെ കാണാതായി. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. ഇത് കണ്ട അയൽക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണവിവരം പുറംലോകം അറിയുന്നത്. പോലീസ് വീട്ടിലെത്തിയപ്പോൾ 45-നും 50-നും ഇടയിൽ പ്രായമുള്ള പ്രേം സിംഗിന്റെയും 24 വയസ്സുള്ള മകൻ ഋതിക്കിന്റെയും മൃതദേഹം വീടിന്റെ 1ാം നിലയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. 40-നും 45-നും ഇടയിൽ പ്രായമുള്ള രജനിയുടെ മൃതദേഹം വായ് മൂടിക്കെട്ടിയ നിലയിൽ വീടിന്റെ 2ാം നിലയിൽ നിന്നാണ് കണ്ടെത്തിയത്. ദമ്പതികളുടെ കാണാതായ ഇളയ മകൻ സിദ്ധാർത്ഥ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സിദ്ധാർത്ഥ് കഴിഞ്ഞ 12 വർഷമായി ചികിത്സയിലായിരുന്നതിന്റെ രേഖകളും മരുന്നുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ദമ്പതികളുടെ കാണാതായ ഇളയ മകൻ സിദ്ധാർത്ഥ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു എന്ന് പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. സിദ്ധാർത്ഥ് കഴിഞ്ഞ 12 വർഷമായി ചികിത്സയിലായിരുന്നതിന്റെ രേഖകളും മരുന്നുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ആക്രമണാത്മക പെരുമാറ്റമായിരുന്നു സിദ്ധാർത്ഥിൻ്റെത്. മാതാപിതാക്കളെയും സഹോദരനെയും കത്തികൊണ്ട് കുത്തിയും ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് അടിച്ചുമാണ് സിദ്ധാർത്ഥ് കൊലപാതകം നടത്തിയത്. തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയെന്നും ഇനി മൈദൻഗിരിയിലെ വീട്ടിൽ താമസിക്കില്ലെന്നും പ്രദേശവാസികളിൽ ഒരാളോട് സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലപ്പെട്ട പ്രേം സിംഗ് മദ്യപാനിയാണ്. മാത്രമല്ല അവരുടെ വീട്ടിൽ പതിവായി വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രി
ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം വിരലടയാള വിദഗ്ധരും മറ്റ് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിനെ കണ്ടെത്തുക എന്നത് വലിയൊരു കടമ തന്നെയാണ്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ് പ്രതി. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഉരുവച്ചാലിൽ തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ യുവതിക്ക് ദാരുണാന്ത്യം. ഉരുവച്ചാൽ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. ഇരിക്കൂറിന് സമീപം പെരുവളത്ത് പറമ്പ് കൂട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷാണ് പ്രവീണയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റു. ഗുരുതര പൊള്ളലേറ്റ് ഇരുവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവീണയുടെ നില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു. ജിജേഷിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ ഉച്ചയ്ക്ക് 2:20ഓടെയാണ് ജിജേഷ് എത്തിയത്. അജീഷ് വിദേശത്താണ്. വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീടിനുള്ളിലേക്ക് കയറി. പിന്നീട് നിലവിളിയാണ് കേൾക്കുന്നത് ആ വീട്ടിൽ നിന്നും. അയൽവാസികൾ എത്തുന്നു. അപ്പോൾ ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്ത് കണ്ടെത്തുകയായിരുന്നു. ഇരുവരും പരിചയക്കാരാണെന്നും വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും സംഭവ വികാസങ്ങൾ, ക്രൂര കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, അതെല്ലാം പരാജയപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അതിന് യാതൊരു അയവുമില്ലാതെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ കൊലപാതകം. അതുപോലെ തന്നെ കൊലപാതകത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജീവൻ നഷ്ടമാകുന്നു. മാത്രമല്ല ചില വൈരാഗ്യങ്ങൾ അത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ കൊലപാതകങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ അത് കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതെല്ലാം ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.